നമസ്കാരം. ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ 35 മാവോയിസ്റ്റ് ഭീകരർ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കീഴടങ്ങിയ മാവോയിസ്റ്റുകളിൽ 3 പേർ പോലീസ് തലയ്ക്ക് വിലയിട്ട കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൂടിയായിരുന്നു. ഈ ദന്തേവാഡ പോലീസ് നടത്തുന്ന ലോൺ വരതു അഥവാ വീട്ടിലേക്ക് മടങ്ങി വരിക എന്നുള്ള ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മാവോയിസ്റ്റുകൾ ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത്. ദന്തേവാഡ റേഞ്ച് DIG കമലോചൻ കശ്യപിനും CRPFിലെയും പോലീസിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നിലാണ് ഇവർ കീഴടങ്ങാനെത്തിയത്. ഈ മാവോയിസ്റ്റുകളെല്ലാം തന്നെ മാവോയിസ്റ്റ് സംഘടനയുടെ ഭൈരംഗൺ കടേ കല്യാൺ ഏരിയ കമ്മിറ്റികളിൽ വളരെ സജീവമായി തന്നെ പ്രവർത്തിച്ചു വന്നിരുന്ന ആളുകളായിരുന്നു. ഈ കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് 25,000 രൂപ വീതം അടിയന്തരമായി ധനസഹായം നൽകുന്നുണ്ട്. മാത്രമല്ല സർക്കാരിന്റെ കീഴിലുള്ള പുനരധിവാസ നയപ്രകാരം കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. അടുത്ത കാലത്തായി നിരവധി മാവോയിസ്റ്റ് ഭീകരരാണ് ഇത്തരത്തിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ എത്തുന്നത്. ഇസ്ലാമിക ഭീകരർക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് നേർക്ക് കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ദന്തേവാഡയിൽ ഈ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.